എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തേർഡ് പാർട്ടി യുടെ എനർജീസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേയധികം ആൾക്കാർ. ഓക്കെ, അപ്പം ഞാൻ വിചാരിച്ചു കറണ്ട് എനർജി ഫോർ യു വേഴ്സസ് കറണ്ട് എനർജി ഫോർ തേർഡ് പാർട്ടി അങ്ങനെ തന്നെ നോക്കാമെന്ന്. മനസ്സിലായല്ലോ? നിങ്ങളോടുള്ള കറണ്ട് എനർജിയും നിങ്ങളുടെ തേർഡ് പേഴ്സണോടുള്ളവരുടെ കറണ്ട് എനർജിയും എന്താണെന്ന് തന്നെ നോക്കാം. തേർഡ് പാർട്ടി മാത്രമായിട്ട് നോക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഉള്ള സമാധാനം നഷ്ടപ്പെടുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് അതാണ് ടോപ്പിക്ക് നമ്മളുടെ. ഓർക്കുക, അതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ, പേഴ്സണൽ റീഡിങ്ങിൽ കൂടി മാത്രമേ നമുക്ക് യഥാർത്ഥ സിറ്റുവേഷൻ എന്താണെന്നൊക്കെ അറിയാൻ സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ന്യൂട്രലായിട്ട് മാത്രം വീഡിയോ കാണുക. മനസ്സിലായല്ലോ? റീഡിങ്ങിലേക്ക് പോകാമോ? ഓക്കെ, ഇത് നിങ്ങളോടുള്ള കറണ്ട് എനർജി, ഇത് നിങ്ങളുടെ തേർഡ് പേഴ്സണോടുള്ള കറണ്ട് എനർജി കേട്ടോ. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സ് വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയെക്കുറിച്ചാണ് അവരിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വ്യക്തിയുടെ കറണ്ട് എനർജി എന്താണ് എൻ്റെ വ്യൂവേഴ്സിനായിട്ടാണെന്ന് പറഞ്ഞു തരും. എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആ വ്യക്തിയുടെ കറണ്ട് എനർജി എന്താണ് അവർക്കായിട്ടാണ് പറഞ്ഞു തരും. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജിയിൽ അവർക്കായിട്ട് എന്താണ് കാണുന്നതെന്ന് പറഞ്ഞു തരും. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജിയിൽ എൻ്റെ വ്യൂവേഴ്സിനായിട്ട് എന്താണ് കാണുന്നത് പറഞ്ഞു തരും. ഫുൾ very nice. 8 of Swords, 4 of Cups, Devil, Knight of Wands, 3 of Wands, Temperance, 9 of Cups. Very good. Ace of Cups. Okay, happy. Happy. Emperor, 6 of Cups, 9 of Swords. Basically ഇച്ചിരി ടെൻഷനിൽ ഉള്ളതായിട്ട് കാണുന്നു കേട്ടോ. കിങ് ഓഫ് വോൺസ്, ബോട്ടം ഓഫ് ദി ഡെക്ക്. ഇത് നിങ്ങളോടുള്ള എനർജിയാണേ. നിങ്ങളുടെ തേർഡ് പേഴ്സണോടുള്ള എനർജിയും കൂടെ നമുക്ക് എടുത്തേക്കാം, എന്നിട്ട് ഒരുമിച്ച് വായിക്കാം. കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. ആ തേർഡ് പാർട്ടിയോടുള്ള അവരുടെ കറണ്ട് എനർജിയിൽ എന്താണ് കാണുന്നതെന്ന് പറയും. എൻ്റെ വ്യൂവേഴ്സിൻ്റെ ലൈഫിലൊരു പേഴ്സൻ്റെ ലൈഫിലൊരു തേർഡ് പാർട്ടി ഉണ്ട്. ആ തേർഡ് പാർട്ടിയോടുള്ള അവരുടെ കറണ്ട് എനർജി എന്താണെന്ന് പറഞ്ഞു തരും. തേർഡ് പാർട്ടിയോടുള്ള അവരുടെ കറണ്ട് എനർജി എന്താണെന്ന് പറഞ്ഞു തരും. എടുക്കാണേ. Chariot, Knight of Pentacles, 10 of Pentacles, okay. Ace of Pentacles, ശരി. Moon, Tower, okay. Hanged Man, 4 of Cups, Devil, 5 of Swords, Strength. ഇച്ചിരി സ്പേസ് കുറവുണ്ട്. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് കാർഡ് കാണാൻ പറ്റുന്നുണ്ടോ? ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ, തേർഡ് പാർട്ടിയുടെ റീഡിങ് തുടങ്ങുന്ന സമയത്ത് ഞാൻ കാർഡ്സ് ഫോക്കസ് അങ്ങോട്ട് തിരിക്കാം കേട്ടോ. 3 ഓഫ് വോൺസ് ആയിരുന്നു ബോട്ടം ഓഫ് ദി ഡെക്ക്. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. ആദ്യം നിങ്ങളുടെ കാർഡ്സ് പറഞ്ഞതിന് ശേഷം തേർഡ് പാർട്ടിയിലേക്ക് വരാം കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ അല്പമെങ്കിലും ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കുന്നത് നിങ്ങളുടെ അടുത്ത് എത്തുമ്പോഴാണ് എന്നാണ് കാണുന്നത്. അതായത് അവർ ഏറ്റവും ചിന്തകളൊന്നുമില്ലാതെ ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുന്ന, ജോളിയായിട്ടിരിക്കുന്ന, സന്തോഷിച്ച് ചിരിക്കുന്ന, തമാശകൾ പറയുന്നത്, ജീവിതം എൻജോയ് ചെയ്യുന്നത് നിങ്ങളുടെ അടുത്ത് എത്തുമ്പോഴാണ് എന്നാണ് കാണുന്നത് കേട്ടോ. അല്ലെങ്കിൽ എപ്പോഴും സ്ട്രെസ്സാണ് ഇവർക്ക്. വല്ലാത്ത സ്ട്രെസ്സ്, പൊതുവേ സ്ട്രെസ്സ് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നും കാണുന്നു കേട്ടോ.
പക്ഷേ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ പലർക്കും അവിടെ പ്രബലമായിട്ട് ഉള്ളതായിട്ട് കാണുന്നു. നാച്ചുറലി കാരണം തേർഡ് പാർട്ടി റീഡിംഗ് ആണ് നമ്മൾ അപ്പുറത്തെടുത്തിരിക്കുന്നത്. ലോങ് ഡിസ്റ്റൻസ് ആയിട്ടും കാണുന്നു. നിങ്ങളെ വളരെയധികം മിസ്സിങ് എനർജിയിലാണ് അവർ എന്നും കാണുന്നുണ്ട്. പക്ഷേ നിങ്ങളെ ഒരിക്കലും വിട്ടുപോകാൻ പറ്റില്ല എന്ന് തന്നെ അവർ കരുതുന്നുണ്ട് കേട്ടോ. അവരുടെ കറണ്ട് എനർജിയിൽ ഡെവിളിഷ് എനർജിയാണെന്ന് വെച്ചാൽ അവർ നിങ്ങളുമായിട്ട് അഡിക്റ്റഡ് ആണ് എന്നുള്ളൊരു രീതിയാണ്. വെറുതെ ഇരിക്കുമ്പോഴെല്ലാം നിങ്ങളുടെ ചിന്തകളാണ് അവരുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. അതേപോലെ ദൂരെ ദിക്കിലാണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് ഓടി എത്തണം എന്നുള്ള ആ ഒരു അതിതീവ്രമായ ആഗ്രഹവും അവർക്കുള്ളതായിട്ട് കാണുന്നു. ഓക്കെ, എത്രയും വേഗം നിങ്ങളുടെ അടുത്ത് എത്തണം, നിങ്ങളുമായിട്ടൊരു ബാലൻസിൽ ഇരിക്കണം, സംസാരിക്കണം, കാര്യങ്ങൾ സമാധാനമായിട്ട് ഡീൽ ചെയ്യണം എന്നെല്ലാം അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുമിച്ച് അമ്പലം, പള്ളി അങ്ങനെയൊക്കെ പോകണം, അങ്ങനെയൊക്കെ അവരുടെ മനസ്സിലുണ്ട് കേട്ടോ. ചെറിയ യാത്രകൾ പോകണം, അങ്ങനെയൊക്കെ സ്പിരിച്വലി കണക്റ്റഡ് വ്യക്തികളാണ് നിങ്ങളെന്നും കാണുന്നു. നിങ്ങൾ അവരുടെ ഏറ്റവും വലിയൊരു വിഷ് ഫുൾഫിൽമെൻ്റ് ആയിട്ട് തന്നെയാണ് അവരുടെ മനസ്സിൽ കാണുന്നത്. ഏസ് ഓഫ് കപ്സ് വെച്ച് ഒരുപാട് സ്നേഹത്തോടെ തന്നെയാണ് അവർ നിങ്ങളെ ഓർക്കുന്നത് എന്നും കാണുന്നു കേട്ടോ. ഓവർവെൽമിങ് സ്നേഹമാണ് അവർ നിങ്ങൾക്കായിട്ട് കീപ്പ് ചെയ്യുന്നത്. നിങ്ങളെ പ്രതി അവർ റെസ്പോൺസിബിളായിട്ടും ഫീൽ ചെയ്യുന്നു. അതായത് നിങ്ങൾ അവരുടെ കൂടി റെസ്പോൺസിബിലിറ്റിയാണ്, നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി ചെയ്തു തരേണ്ടത് അവരുടെ ആവശ്യമാണ് എന്ന് അവർ കരുതുന്നുണ്ട്. അവരുടെ റെസ്പോൺസിബിലിറ്റിയാണെന്ന് കരുതുന്നു. നിങ്ങളുടെ ഇതൊരു ലോങ് ടേം റിലേഷൻഷിപ്പാണ് എന്നും കാണുന്നു. അതുമാത്രമല്ല, ഇനിയും അങ്ങോട്ട് ജീവിതാവസാനം വരെ ഈ റിലേഷൻ കൊണ്ടുപോകണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവർക്ക് വളരെയധികം സ്ട്രെസ് ഉണ്ടാക്കുന്നു എന്നും കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളെ പ്രതി അവർക്ക് സ്നേഹമാണ്, അട്രാക്ഷനാണ്, ബഹുമാനമാണ്, എല്ലാമാണ്. എന്ന് വെച്ചാൽ ഒരു പാർട്ട്ണറിന് മറ്റൊരു പാർട്ട്ണറോട് വേണ്ടുന്ന എല്ലാ തരം വികാരങ്ങളും അവർ നിങ്ങൾക്കായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട് എന്നർത്ഥം. ഓക്കെ, നമുക്ക് കുറച്ച് കാർഡ്സ് കൂടി എടുക്കാം. ഡിവൈൻ കുറച്ച് കാർഡ്സ് കൂടി തരും. ഓവറോൾ നല്ല എനർജി തന്നെയാണ്. പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവിടെ ഉണ്ട് എന്നുള്ളതും കാണുന്നുണ്ട് കേട്ടോ. അതിനെപ്പറ്റി ബോധർ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ പ്രതി അവർ വല്ലാത്തൊരു പൊസസീവ്നെസ്സും പ്രൊട്ടക്റ്റീവ്നെസ്സും ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. നിങ്ങളോട് വല്ലാത്തൊരു കരുതലാണ്. നിങ്ങളെപ്പറ്റി ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറഞ്ഞാലൊന്നും ഇവർക്ക് കേട്ടോണ്ടിരിക്കാൻ പറ്റില്ല. ഇവർ ഉടനെ തന്നെ പ്രതികരിക്കുമെന്നാണ് കാണുന്നത്. ഓക്കെ, 2 ഓഫ് കപ്സ് റീയൂണിയന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ റീയൂണിയനേക്കാളും ഒരു യൂണിയന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു എന്ന് കാണുന്നു. എന്ന് വെച്ചാൽ നിങ്ങളെ കണ്ട് സംസാരിക്കണം, കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം. എസ്പെഷ്യലി ദൂരദിക്കിലുള്ളവർ നിങ്ങളുടെ കൂടെ അല്പം ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. സംസാരിക്കണം, കാര്യങ്ങൾ ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ലവേഴ്സ് വെച്ച് ഒരുപാട് സ്നേഹം തന്നെയാണ്, അവിടെ സംശയമൊന്നുമില്ല. നിങ്ങൾ അവരുടെ പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്ന് തന്നെ അവർ അതിതീവ്രമായി ബിലീവ് ചെയ്യുന്നു, വിശ്വസിക്കുന്നു കേട്ടോ. 8 ഓഫ് കപ്സ് വെച്ച് ലോങ് ഡിസ്റ്റൻസിലാണ്, ഓടിയെത്തണം നിങ്ങളുടെ അടുത്തേക്ക് എന്നും കരുതുന്നുണ്ട്. നിങ്ങൾ അവരെ വിട്ടുപോകുമെന്നുള്ളൊരു ഭയം അവർക്ക് എപ്പോഴും തന്നെ ഉണ്ട്. കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവർ യാതൊരു എന്താ പറയുക, നീക്കുപോക്കുമില്ലാതെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കുറേ മടുത്ത് കഴിയുമ്പോൾ നിങ്ങളങ്ങ് വിട്ടുപോകുമോ എന്നുള്ളൊരു ഭയവും അവർക്ക് ഇല്ലാതെ ഇല്ല കേട്ടോ. നിങ്ങളുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ്ങിൽ എത്തണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. എന്തെങ്കിലും എക്സിസ്റ്റിംഗ് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. നിങ്ങളൊരിക്കലും അവരെ വിട്ടു പോകരുത് എന്നുള്ളത് അവരുടെ ഏറ്റവും തീവ്രമായ എനർജിയാണ് നിങ്ങൾക്കായിട്ട്. അവരുടെ സുഹൃത്തുക്കളോട് അവർ നിങ്ങളെപ്പറ്റി സംസാരിക്കാറുണ്ട്. ഓക്കെ, എന്ത് ചെയ്യണം, അടുത്തതായി എന്ത് ആക്ഷൻ എടുക്കാം, എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നൊക്കെയുള്ള രീതിയിൽ അവർ തീർച്ചയായും അവരുടെ സുഹൃത്തുക്കളോട് സംസാരിക്കാറുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, ഇതായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി നിങ്ങൾക്കായിട്ട്. നിങ്ങളുടെ തേർഡ് പേഴ്സണോടുള്ളത് എന്താണെന്ന് നോക്കാം. ഞാനൊരു കാര്യം ചെയ്യാം, ഈ സെറ്റ് ഓഫ് കാർഡ്സ് അങ്ങ് റിമൂവ് ചെയ്തിട്ട് മറ്റേതിങ്ങോട്ട് നീക്കാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി നിങ്ങളുടെ തേർഡ് പേഴ്സണോടുള്ള അവരുടെ കറണ്ട് എനർജി എന്താണെന്ന് ചോദിച്ചാൽ അത് കുടുംബമായിട്ടാണ് എനിക്ക് കൂടുതലായിട്ടും കാണുന്നത് കേട്ടോ. അവരുടെ ഒന്നുകിൽ അവരുടെ പാരൻസ് അല്ലെങ്കിൽ അവരുടെ സ്പൗസ്, കുട്ടികൾ, രണ്ട് തന്നെ ആയാലും ഈ പറഞ്ഞ തേർഡ് പേഴ്സൺ ഫൈനാൻഷ്യലി സാമ്പത്തികമായിട്ട് ഇവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന വ്യക്തിയാണ്. ഓക്കെ, വ്യക്തി അല്ലെങ്കിൽ വ്യക്തികളാണ്. അവർക്ക് സാമ്പത്തികമായിട്ട് സഹായം ചെയ്യേണ്ടുന്നത് ഇവരുടെ ചുമതലയാണ് എന്നും കാണുന്നു കേട്ടോ. അതിനുവേണ്ടി ഇവർ ചെയ്യേണ്ടതെല്ലാം ഇവർ ചെയ്യാറുണ്ട്. ഇമോഷണലി അവിടെ കണക്ഷൻ വളരെ കുറവായിട്ട് കാണുന്നു. അതെനിക്ക് സ്പൗസിനോടാണ് അങ്ങനെ ഫീൽ ചെയ്യുന്നത് കേട്ടോ, പാരൻസിനോടല്ല.
സ്പൗസിനോട്, ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ്, അവരോട് ഇമോഷണൽ കണക്ഷൻ കുറച്ച് കുറവാണ് എന്നുള്ള രീതിയിലാണ് കാണുന്നത്. ലോങ് ഡിസ്റ്റൻസിലാണ് എന്നും കാണുന്നു. അതായത് തേർഡ് പേഴ്സണുമായിട്ട് ഇവർ ലോങ് ഡിസ്റ്റൻസിലാണ്, രണ്ടുപേര് രണ്ട് സ്ഥലത്താണ് എന്നും കാണുന്നുണ്ട് കേട്ടോ. എന്തിനായാലും ഉടനെ തന്നെ അവരുടെ സ്പൗസിൻ്റെ അടുത്തേക്ക് ഒരു വെക്കേഷനൊക്കെ വേണ്ടിയിട്ട് അവർ വരാനുള്ള പ്ലാനിങ് ഉണ്ട് എന്നും കാണുന്നുണ്ട് കേട്ടോ. ഫാമിലിയെ സന്ദർശിക്കാനൊക്കെ ആയിട്ട് അവർ വരുന്നുണ്ട് എന്നും കാണുന്നല്ലോ ഡിസ്റ്റൻസിലുള്ളവർ. സ്വതേ അവർ ആ റിലേഷനിൽ അത്ര ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഓക്കെ, ഒരു എപ്പോഴും ഒരു മൗഢ്യം അവർ ഫീൽ ചെയ്യുന്നുണ്ട്. പലരുടെയും ഇടയിൽ ഇമോഷണൽ കണക്ഷൻ ടോട്ടലായിട്ട് കട്ട് ഓഫായി പോയൊരു അവസ്ഥയാണ് കാണുന്നത്. തേർഡ് പാർട്ടിയോടുള്ള കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ. പക്ഷേ അവർ ആ റിലേഷനിൽ സ്റ്റക്കാണ്. കാരണം പലർക്കും കുഞ്ഞുങ്ങളുണ്ട്. കുഞ്ഞുങ്ങളുള്ളത് കാരണം രണ്ടുപേരും തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. പക്ഷേ രണ്ടുപേരും തന്നെ ഒരു എപ്പോഴും ഒരു ചിന്തയിലും ഒരു സന്തോഷമില്ലായ്മയും ഫേസ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഡെവിൾ വെച്ചിട്ട് പക്ഷെ വിട്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ ഞാൻ പറഞ്ഞല്ലോ. ഒന്നാമത് ഈ തേർഡ് പേഴ്സൺ നിങ്ങളുടെ പേഴ്സണെ ഫൈനാൻഷ്യലി ഡിപ്പെൻഡൻ്റ് ആണ്. രണ്ടാമത് അവിടെ കുഞ്ഞുങ്ങളുടെ പ്രസൻസ് കാണുന്നുണ്ട്. ഈ രണ്ട് ഫാക്ടറും കാരണം ആ തേർഡ് പേഴ്സണെ വിട്ടു പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ പേഴ്സൺ സ്റ്റക്കായിട്ടിരിക്കുന്നതായിട്ട് കാണുന്നു. എത്ര പോകണമെന്നൊക്കെ ചിന്തിച്ചാലും അപ്പോൾ കുഞ്ഞുങ്ങളുടെ മുഖം ഓർമ്മ വരും. ഇവർ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണല്ലോ ഇരിക്കുന്നത്, അതിൻ്റെ കർമ്മം നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുമോ എന്നൊക്കെയുള്ള ഭയം ഇവരെ പിടികൂടും. അപ്പോൾ അവർ മിണ്ടാതിരിക്കും, അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്ന് വിചാരിക്കും കേട്ടോ. ഓവർ തിങ്കിങ് ആണ്, ഉറക്കമില്ലായ്മയാണ്, സ്ട്രെസ്സാണ് രണ്ടുപേർക്കും തന്നെ. ഓക്കെ, എന്നിരുന്നാലും ഇവർ കഴിയുന്നതും ക്ഷമിച്ച കാര്യങ്ങൾ രണ്ടുപേരും തന്നെ ഒരു എന്താ പറയുക, ഒരു തോണി തൊഴിഞ്ഞ് മുന്നോട്ട് പോകും പോലെ എങ്ങനെയൊക്കെയോ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അത് കൃത്യമായിട്ട് നിങ്ങളുടെ തേർഡ് പേഴ്സണിന് വേണ്ടി അവരുടെ കുടുംബത്തിന് വേണ്ടി ചെയ്ത് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് പാരൻസിനായാലും സ്പൗസ് കുട്ടികളുള്ളവർക്കായാലും ഫൈനാൻഷ്യലി ഇവർ ചെയ്ത് കൊടുക്കേണ്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ അസംതൃപ്തിയൊന്നും നിങ്ങളുടെ തേർഡ് പേഴ്സൺ ഇല്ല. ഇവർ യാത്രകൾ പോകാറുണ്ടായിരിക്കും, കുഞ്ഞുങ്ങളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാറുണ്ടായിരിക്കും. ഓക്കെ, പുറമേ നിന്ന് ഒരാൾ നോക്കിയാൽ അവിടെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല എന്നുള്ള അവസ്ഥ. ഓക്കെ, 5 ഓഫ് വാൻഡ്സ്, അതായത് ആ ഒരു ലൂപ്പിൻ്റെ അകത്ത് പെട്ട് ഇവരിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ലൂപ്പിൽ നിന്നും അല്ലെങ്കിൽ ആ വട്ടത്തിൽ നിന്നും പുറത്ത് കിടക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളൊരവസ്ഥയാണ് അവരവിടെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. രണ്ടുപേരും തന്നെ ഇവർ സേവിങ്സിലൊക്കെ കാര്യമായിട്ട് തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഭാവിയിൽ ഇവരുടെ കുഞ്ഞുങ്ങൾ കഷ്ടപ്പെടരുത് എന്നൊക്കെയുള്ള രീതിയിൽ ഭാവിയിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങൾ അങ്ങനെയെല്ലാം ഇവർ ചെയ്യുന്നുണ്ട്. സാമ്പത്തികമായിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി ഇവർ ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. സ്വതേ ക്ഷമിച്ച് മുന്നോട്ട് പോകാനാണ്, ഒരു ബാലൻസിൽ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് നിങ്ങളുടെ പേഴ്സണും തേർഡ് പേഴ്സണും ശ്രമിക്കുന്നത് എന്നും കാണുന്നുണ്ട്. ഓക്കെ, വീണ്ടും പ്രബലമായി ലോങ് ഡിസ്റ്റൻസ് കാണുന്നു. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ തേർഡ് പേഴ്സണിൽ നിന്നും ഡിസ്റ്റൻസിലാണ്, വർക്ക് റിലേറ്റഡ് ഒക്കെ ആയിട്ട് ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത് എന്നും കാണുന്നുണ്ട്. ഓക്കെ, കുറച്ച് കാർഡ്സ് കൂടി ഒന്ന് ഷഫിൾ ചെയ്തോട്ടെ. കാർഡ്സ് കയ്യിൽ നിന്ന് പോയി. കിങ് ഓഫ് പെൻഡക്കിൾസ്, ഞാൻ പറഞ്ഞില്ലേ രണ്ടുപേരും തന്നെ വർക്കിംഗ് ആയിട്ടാണ് എനിക്കിവിടെ കാണുന്നത് കേട്ടോ. നിങ്ങളുടെ തേർഡ് പേഴ്സണും നിങ്ങളുടെ പേഴ്സണും രണ്ടുപേരും തന്നെ വർക്ക് ചെയ്യുന്നവരാണെന്ന് കാണുന്നു. രണ്ടുപേരും തന്നെ ആ കുടുംബത്തിലേക്ക് ആവശ്യമായ സാമ്പത്തികമായ കാര്യങ്ങൾ ചെയ്യുന്നു എന്നും കാണുന്നു. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നിങ്ങളുടെ തേർഡ് പേഴ്സൻ്റെ സമ്പാദ്യം കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. മനസ്സിലായില്ലേ? അവരെ കൊണ്ട് ഒറ്റയ്ക്ക് ആ ഒരു കുടുംബം നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇവർക്ക് നിങ്ങളുടെ പേഴ്സണിൻ്റെ മേലെ ഡിപ്പെൻഡൻസി വരുന്നത്. ഓക്കെ, കാരണം ഇവർ ഡിപ്പെൻഡൻ്റ് ആണെന്ന് നമ്മൾ കണ്ടിരുന്നു, പക്ഷെ ഇവിടെ വർക്കിംഗ് ആണെന്നും കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആവശ്യത്തിനുള്ള സമ്പാദ്യം ഉണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ടായിരിക്കും നിങ്ങളുടെ പേഴ്സൺ അവരെ സപ്പോർട്ട് ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം അവിടെ വരുന്നത്. ഓക്കെ, ഇവരുടേതൊരു ലോങ് ടേം റിലേഷൻ ആണെന്ന് കാണുന്നു കേട്ടോ. ഇന്നും ഇന്നലെയും ഒന്നും ഒന്നിച്ച് വന്നവരല്ല ഇവർക്ക് സോറി, കുറച്ച് കാലമായിട്ടുള്ള റിലേഷനാണ് എന്നും കാണുന്നുണ്ട് കേട്ടോ. കാരണം മെമ്മറീസ് ഉണ്ട്, ഇവരുടെ ഇടയിൽ മെമ്മറീസ് ഉണ്ട് എന്ന് കാണുന്നു. നിങ്ങളുടെ പേഴ്സൺ
അവരുടെ റെസ്പോൺസിബിലിറ്റി വളരെ കൃത്യമായിട്ട് സൊസൈറ്റി ഓറിയൻറ്റഡ് പേഴ്സണുമാണ്. സോഷ്യൽ ഇമേജിനെ പറ്റിയിട്ടൊക്കെ വളരെ ബോധർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ, ജോലി സംബന്ധമായിട്ടും. അപ്പോൾ ആ ഒരു സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഈ മാരേജ് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ എന്നുള്ളൊരു സിറ്റുവേഷൻ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റിയൊക്കെ അവരൊക്കെ കുറച്ച് ബോധറേഷൻ ഉള്ള വ്യക്തിയാണ് എന്ന് തന്നെ കാണുന്നു. ഓക്കെ, 10 ഓഫ് കപ്സ് കുടുംബമാണ്, കുഞ്ഞുങ്ങളാണ്, റെസ്പോൺസിബിലിറ്റിയാണ്. അവിടെ കുഞ്ഞുങ്ങളോട് സ്നേഹമുണ്ട് കേട്ടോ, ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല. അത് അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ്, അത് അവർ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. ലാസ്റ്റ് കാർഡ് ഞാൻ കൂടുതൽ കാർഡ്സ് തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് എടുത്തത്, നമുക്കൊരു ക്ലാരിറ്റി കിട്ടാനായിട്ട്. ഓക്കെ, ഇവരൊരുമിച്ച് യാത്രകളൊക്കെ പോവാറുണ്ടായിരിക്കും കേട്ടോ. എന്താ പറയുക, ചെറിയ ട്രിപ്സ് ഫാമിലി ആയിട്ട് എല്ലാവരുമായിട്ട് അങ്ങനെയൊക്കെ ട്രാവലൊക്കെ ചെയ്യാറുണ്ടായിരിക്കും. ഓക്കെ, അത് ഞാൻ പറഞ്ഞ പുറമേ നിന്ന് മറ്റൊരാൾ നോക്കുമ്പോൾ ഇവരുടെ ഇടയിൽ അങ്ങനെ യാതൊരു പ്രോബ്ലം ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ എങ്ങനെയെങ്കിലും ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നിങ്ങളുടെ തേർഡ് പേഴ്സണോടുള്ള ഇവരുടെ കറണ്ട് എനർജി. ഓക്കെ, അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്, കമൻറ്റും കൂടെ ചെയ്യുക കേട്ടോ. അതേപോലെ എത്ര പേർക്ക് റെസനേറ്റ് ആയെന്ന് പറയൂ. അതുപോലെ വേറെ ഒന്നുമില്ല, പേഴ്സണൽ റീഡിങ് വേണ്ടവർ കോൺടാക്ട് ചെയ്തോളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.